ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ ചിത്രം വരച്ചിട്ടിരിക്കുന്നതാണ്. 3 ചിത്രങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 ചിത്രങ്ങൾ നമുക്കൊരു വാതിൽ പോലൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. ഒരു ഡോറാണ്. ഫസ്റ്റ് കേസിൽ ദാറ്റ്സ് എ ക്ലോസ്ഡ് ഡോർ. അവിടെ ഒരാൾ നിൽക്കുന്നു. ആ ആൾക്ക് കടക്കാൻ പറ്റില്ല, പക്ഷേ ശബ്ദം കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വാതിലിൽ മുട്ടുമ്പോൾ ശബ്ദം അകത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാം. അപ്പോൾ അവിടെ സൗണ്ട് എനർജി മാത്രം കടന്നു പോകുന്നുണ്ട്, പക്ഷേ ആളിന് കടന്നു പോകാൻ പറ്റുന്നില്ല. ഓക്കെ, അടുത്തതിൽ നമ്മൾ വാതിൽ തുറന്നു കിടക്കുകയാണ്. അപ്പം ആളിന് ചാടിക്കയറി പോകാം, ശബ്ദം വെച്ചുകൊണ്ട് പോകാം. അപ്പോൾ ആളിനും പോകാം, എനർജിക്കും പോകാം, അല്ലേ? ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ആളവിടെ കാണുന്നേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത് യാതൊരു തരത്തിൽ ആളിനും കടക്കാൻ പറ്റത്തില്ല. സൗണ്ട് പ്രൂഫും കൂടെയാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ആളിന് കടക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, സൗണ്ട് പ്രൂഫും കൂടെയാണ്. അപ്പം ഞാനത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആളിനും കടക്കാൻ പറ്റില്ല, നമ്മൾ ശബ്ദം വെച്ചാൽ പോലും അകത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എന്തിനാണെന്നല്ലേ. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ ക്ലോസ്ഡ് ഡോർ. ആ ക്ലോസ്ഡ് ഡോറിൽ എന്താ സംഭവിക്കുക? ആളിന് കടന്നു പോകാൻ പറ്റില്ല, പക്ഷേ എനർജിക്ക് മൂവ് ചെയ്യാം, എനർജി എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതൊരു ക്ലോസ്ഡ് ഡോറാണ്. ഓപ്പൺ ഡോറിലൂടെ നമുക്ക് ആളിനും പോകാം, ശബ്ദത്തിനും പോകാം. അപ്പോൾ മാറ്ററും കടന്നു പോകും, എനർജിയും കടന്നു പോകും. ഇനി അടുത്തത് മൂന്നാമതാണെങ്കിൽ, മൂന്നാമത്തെ ഡോറിൽ ആളിനും കടന്നു പോകാൻ പറ്റത്തില്ല, അത് സൗണ്ട് പ്രൂഫും കൂടാണ്, അതായത് ശബ്ദവും കടന്നു പോകത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആളും അതുപോലെ സൗണ്ടും എടുത്ത്, ആളെന്ന് പറയുന്നത് മാറ്ററായിട്ട് എടുക്കാം, മാറ്ററാണ്. സൗണ്ട് എനർജി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ തെർമോഡൈനാമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം, അല്ലേ? സോ ഫസ്റ്റ് ഈസ് ദ ക്ലോസ്ഡ് ഡോർ, ദെൻ ദ ഓപ്പൺ ഡോർ. ഇതെന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഡോർ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പം ഈ ഡോറ് എന്തിനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതിനെ മറ്റുള്ളവയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഡോറാണെങ്കിൽ അത് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് ആ സിസ്റ്റത്തെ. അതുപോലെ ഈ ഫസ്റ്റ് ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു സിസ്റ്റം, അതായത് നമ്മൾ പഠിക്കുന്ന ഏതൊന്നിനെയുമാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റെല്ലാ കാര്യങ്ങളും അതിൻ്റെ സറൗണ്ടിങ്സാണ്. അപ്പോൾ ഒരു സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ ആ സിസ്റ്റത്തിനകത്തേക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്ററും അതുപോലെ തന്നെ എനർജിയും ഈക്വലി എക്സ്ചേഞ്ച് ചെയ്യാം. മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യാം, എനർജിയും എക്സ്ചേഞ്ച് ചെയ്യാമെങ്കിൽ അതിനെ നമ്മളൊരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയും. എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യാണ്, മാറ്ററിനെ പ്രിവെൻറ്റ് ചെയ്യാണ്. മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതുപോലെ എനർജിയും മാറ്ററും ഒന്നും തന്നെ എക്സ്ചേഞ്ച് നടക്കാത്ത സിസ്റ്റത്തിനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഒരു സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ എനർജി മാറ്റർ കംപ്ലീറ്റ്ലി എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഓപ്പൺ സിസ്റ്റം, എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യുന്നത് ക്ലോസ്ഡ് സിസ്റ്റം, എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന സിസ്റ്റമാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ.